പാലക്കാട് പോളിംഗിലേക്ക് കടക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനാണ് ഇപ്പോൾ നമ്മോടൊപ്പം. സരിൻ, ഇനി ഏതാണ്ട് മിനിറ്റുകളേ ഉള്ളൂ. ജനങ്ങൾ വിധിയെഴുതാൻ പോകുന്നു. എന്താണ് പ്രതീക്ഷ അവസാനമായി? ജനങ്ങളുടെ മനസ്സിലൊരു തീരുമാനമുണ്ട്, വളരെ ശക്തമായ ഒരു തീരുമാനമാണത്. അത് അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകണമെന്നും വിളിച്ചു വരുത്തിയ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു അതിഥിയെ മാത്രമാണ് വിജയിപ്പിക്കാൻ കഴിയുക എന്നുള്ളതുമാണ്. ആ അതിഥി ഈ ആതിഥേയൻ തന്നെ ആകുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷകളുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു പരിഹാര നിർദ്ദേശമായിട്ട് തന്നെ അവർ ഒരാളുടെ പേരിലേക്ക് എന്നോ എത്തിച്ചേർന്നു വിഷയങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി തന്നെയാണ് ആ തീരുമാനം. ആ തീരുമാനത്തെ അട്ടിമറിക്കാൻ മറ്റേതൊരു തരത്തിലും അവസാന നിമിഷങ്ങളിലും അവസാന സമയത്ത് പോയി വോട്ട് ചോദിക്കുന്നതിലോ അതിൽ നടത്തുന്ന അട്ടിമറികളിലോ ഒന്നും ജനങ്ങൾ വീഴില്ല. പകരം അവരുടെ കൃത്യമായ ബോധ്യത്തിന് മുന്നിലാണ് അവർ ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത്. ചേർത്തലയിലും ഈ ബൈ ഇലക്ഷനിൽ പോളിംഗ് കുറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ പോളിംഗ് കഴിഞ്ഞ തവണ 75% ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിലേക്ക് എത്തിക്കാൻ ഉള്ള പ്രവർത്തനമെല്ലാം 2021 പോളിംഗ് ശതമാനം എന്ന രീതിയിൽ തന്നെയായിരിക്കും വോട്ട് ചെയ്യുക. തെരഞ്ഞെടുപ്പ് 3 to 5% ഒരു കുറവ് ഉണ്ടാകാനുള്ള സാധ്യത. കാരണം ഇവിടെ മാത്രം നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ പുറത്തേക്ക് ജോലി ആവശ്യങ്ങൾക്ക് പോകുന്നവരുമൊക്കെ അവർക്ക് ഒരവധി എന്നുള്ളത് അഫോർഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. പക്ഷേ അതിനെ മറികടന്ന് ആ 3 to 5% എക്സ്ട്രാ, പക്ഷെ ആ വോട്ടിംഗ് അങ്ങനെ വരുമ്പോഴും 75 വന്ന് നിൽക്കുന്നതിൽ നിന്ന് ഒട്ടും കുറയാത്ത ആളുകളുടെ ശതമാനം വോട്ട് ചെയ്യും. ആളുകളുടെ എണ്ണത്തിൽ, ടോട്ടൽ വോട്ടുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു വോട്ട് കൂടുതലുണ്ടാക്കും. ഈ വിവാദങ്ങളും മറ്റ് ഒരുപാട് ചർച്ചകളും ഒക്കെ ഉണ്ടായല്ലോ. അപ്പോൾ അതൊക്കെ ഈ എന്താണ്? ഒട്ടുമില്ല. ജനങ്ങൾക്ക് അവരുടെ വിഷയങ്ങളെ പറ്റി നല്ല ബോധ്യമുണ്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിനുള്ള കാരണം എന്നുള്ളതിനെ പറ്റി. അതിൽ ഏത് തരത്തിലുള്ള ഒരാൾ ജയിച്ചു വന്നാലാണ് അടുത്ത 18 മാസം കൊണ്ട് ഇവിടെ ഒരു മാറ്റം വരിക എന്നുള്ളതിനെ പറ്റി, ചെയ്യുമെന്നുള്ള വാക്കിന്റെ ശക്തിയെപ്പറ്റി, ചെയ്ത് കാണിക്കാനും ചെയ്തു തീർക്കാനും ഒരാൾ ഉണ്ടാകുമെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങൾ കൂട്ടത്തോടെ ബൂത്തിലെത്തുമെന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ കുറേയായി. അതിന്റെ നേർസാക്ഷ്യം ഇന്ന് സംഭവിക്കും. ഓക്കെ സരിൻ, ഓൾ ദി ബെസ്റ്റ്. സരിൻ നല്ല ആത്മവിശ്വാസമാണ്. രാവിലെ ആളുകളെയൊക്കെ ഒന്ന് കാണുകയാണ്. 7 മണിക്ക് പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ LDF ക്യാമ്പ് പോളിംഗ് ശതമാനം നിലനിർത്താനെങ്കിലും കഴിയുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം R. ശ്രീജിത്ത്, 24 പാലക്കാട്.